അതായത് ഒരു ആധുനിക സംവിധാനത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സംവിധാനത്തിനുള്ളിൽ തെറി എന്ന നിലയിലും മോശം വാക്കെന്ന നിലയിലും വിഭാവന ചെയ്യപ്പെടുന്നത് ദളിതരുടെ സാമൂഹിക ജീവിതത്തെയാണ്. കണ്ണാപ്പി എന്നുള്ളൊരു വിളിയും കാര്യങ്ങളും വരുന്നു, അല്ലെങ്കിൽ പേരുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴും അവിടെയും പരിഹസിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അപമാനിതരാക്കുന്നത് പലപ്പോഴും ദളിതരുടെ സാമൂഹിക ജീവിതത്തെ തന്നെയാണ്. ഈ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം നമ്മൾ കേരളത്തിൻ്റെ ഒരു ചരിത്രകാരന്മാർ എന്ന നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോഴെല്ലാം ഏറ്റവും ഉയർന്ന വിഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ വലിയ സമ്പന്നതയിൽ നിന്നും വരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ കേരള ചരിത്രം എഴുതിക്കൊള്ളുന്നത്. വാല് ഉള്ള മനുഷ്യന്മാരാണ്. കേരളത്തിൻ്റെ ജാതി എന്ത് എന്നുള്ളതിന് ഒരു ഗവേഷണത്തിൻ്റെ ഒരു പ്രസംഗവും നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഞായറാഴ്ച വരുന്ന പത്രങ്ങൾ, മാട്രിമോണിയൽ കോളങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തും കൊച്ചിയിലെ പല ഭാഗങ്ങളിലുമൊക്കെ ഈ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ 6 ദിവസം അടിമകളെ കെട്ടിയിടുന്ന ഗോഡൗണായിട്ടാണ് ഉപയോഗിച്ചത്. ഇന്ത്യയിൽ എങ്ങും കാണാത്ത രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത്രയും ശക്തമായിട്ടുള്ള ഒരു കാസ്റ്റ് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കമ്മ്യൂണിറ്റി വേറെ എങ്ങും ഇല്ലായിരുന്നു എന്നുള്ളതാണ് കേരളത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, അക്കാദമിക പഠനങ്ങൾ തന്നെ പറയുന്നത്. ആ പേരിൻ്റെ അവസാനം നിങ്ങൾ ജാതി പേര് വെച്ചിരിക്കുന്നത് കുഴപ്പമാണെന്ന് പറയുന്ന വ്യക്തിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ് മലയാളികളുടെ ഒരു പൊതുബോധം. മരണത്തിനും നമ്മുടെ കല്യാണവും ഇതുമെല്ലാം വളരെ കൃത്യമായ ജാതിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞതിനകത്തും ഇത്തരത്തിലുള്ള ഒരു ജാതി വെറി തന്നെയാണ് അവിടെയും പ്രചരിക്കപ്പെടുന്നത്. ചരിത്രകാരൻ വിനിൽ പോളാണ് ദ ക്യൂവിനൊപ്പം ചേരുന്നത്. സ്വാഗതം. ദളിത് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അതായത് ദളിത് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഡിസ്കോഴ്സുകളിലൊക്കെ സമൂഹത്തിൽ ജാതി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും, ജാതിയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഈ ജാതിയെക്കുറിച്ച് സംസാരിക്കുന്ന ദളിത് രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ ദളിത് രാഷ്ട്രീയം സംസാരിക്കുന്നവരൊക്കെ ജാതിവാദികളായി മാറുന്നൊരു ഒരു രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് അവരെ ജാതിവാദികളായി ചിത്രീകരിക്കുന്ന ഒരു രീതി. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അത് എന്താണ് ആ ഒരു രീതിക്ക് കാരണം? അത് നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേക രീതിയിലാണ് നമ്മുടെ സമൂഹം സെറ്റ് ചെയ്യുക. എല്ലാ സൊസൈറ്റിയും പോലെ തന്നെ കേരളവും പ്രത്യേക രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യയുടെ മനസ്സ് അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് ഇന്ത്യയെ വ്യത്യാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ മനസ്സുകളും സമൂഹങ്ങളും രൂപപ്പെട്ടതിൻ്റെ ഒരു പ്രധാന അല്ലെങ്കിൽ അവിടെ ആധിപത്യം നേടിയിരിക്കുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് ജാതി എന്ന് പറഞ്ഞൊരു നിർമ്മിതിയിലാണ് നമ്മുടെ എല്ലാവിധ സംവിധാനങ്ങളും നിർമ്മിക്കപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പം. അപ്പോൾ ഈ ജാതിയെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയാണ്. ആ ക്ലോസ്ഡ് സൊസൈറ്റിക്കുള്ളിൽ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ളത് മലയാളികളായിരുന്നു എന്നുള്ളതാണ് ഈ സോഷ്യോളജിസ്റ്റുകളുടെയൊക്കെ ഒരു നിരീക്ഷണം. അതായത് ഏറ്റവും ഇന്ത്യയിൽ എങ്ങും കാണാത്ത രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത്രയും ശക്തമായിട്ടുള്ള ഒരു കാസ്റ്റ് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കമ്മ്യൂണിറ്റി വേറെ എങ്ങും ഇല്ലായിരുന്നു എന്നുള്ളതാണ് കേരളത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, അക്കാദമിക പഠനങ്ങൾ തന്നെ പറയുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും വരുമ്പോൾ കേരളത്തെ സംബന്ധിച്ചുള്ള കേരളത്തിൻ്റെ ഓരോ മാതൃകകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും സവർണ ബോധത്തിൽ തന്നെ ആണ്. അത് എല്ലാവിധ സൗന്ദര്യശാസ്ത്രങ്ങളും, ഇപ്പോൾ നമ്മൾ സിനിമയുടെ കാര്യം പരിശോധിച്ചാലും നാടകങ്ങളുടെ ഒരു ഹിസ്റ്ററി, ഇപ്പോൾ KPSC ഉൾപ്പെടെയുള്ള നാടകങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാലും സിനിമകളുടെ ഒരു പരിശോധിച്ചാലും അല്ലെങ്കിൽ സാഹിത്യം പരിശോധിച്ചാലും എന്ന് തുടങ്ങി എല്ലാവിധ വൈജ്ഞാനിക മേഖലയും അല്ലാത്ത മേഖലകളും പരിശോധിച്ചാലും എല്ലായിടത്തും ഒരു സവർണത എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മലയാളി എന്ന നിലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു നായർ ആധിപത്യം തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു സാമുദായികപരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് മലയാളിത്തം എന്നുള്ള രീതിയിൽ നിൽക്കുകയും സവർണ സംവിധാനം എന്ന നിലയിൽ നിൽക്കുകയും ഇപ്പുറത്തെ സൈഡിൽ ക്രിസ്ത്യൻ എന്ന നിലയിൽ ക്രിസ്ത്യാനിറ്റിക്കുള്ളിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. OBC പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതലായി കേരളത്തിലുള്ളതെങ്കിലും ക്രിസ്ത്യൻ എന്ന നിലയിൽ വരുമ്പോൾ ഒരു നസ്രാണി അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രം ക്രിസ്തുമതത്തിൻ്റെ വിശ്വാസികളെ പ്രതിനിധീകരിക്കുന്ന ഒരു സമ്പ്രദായമാണ് കാണുന്നത്. അപ്പോൾ ഈ 2 വിഭാഗങ്ങളെ ആണ് പ്രധാനമായൊരു ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പിൽക്കാലത്ത് വരുന്ന അല്ലെങ്കിൽ ഒരു 1990-കൾ മുതൽ ആരംഭിക്കുന്ന ഒരു ദളിത് പഠനങ്ങളും അല്ലെങ്കിൽ ദളിത് സാഹിത്യം എന്ന നിലയിലുമൊക്കെയുള്ള അന്വേഷണങ്ങളും അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വെക്കുകയും നിലവിലെ ഈ ഒരു കാസ്റ്റ് സമ്പ്രദായത്തിന്, അതായത് ഇത് വളരെ സ്വീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇവരുടെ ഇപ്പം MD വാസുദേവൻ നായരുടെ എഴുത്തുകൾക്കകത്ത് അതൊരു ജാതി സംഭവമാണ് അല്ലെങ്കിൽ അതിനകത്ത് ഉന്നയിക്കപ്പെടുന്ന അതിനകത്ത് ആവിഷ്കരിക്കപ്പെടുന്ന മൊത്തം അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാനത്തിലുള്ള ആ ഒരു കമ്മ്യൂണിറ്റി ആണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ അതൊരിക്കലും മലയാളികളെ സംബന്ധിച്ച ഒരു ജാതിയല്ല. അപ്പം അത് പ്രശ്നമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ, അതായത് ഇത്തരത്തിലുള്ള എഴുത്തുകളും നിലവിലെ മലയാളത്തിൻ്റെ എല്ലാവിധ മേഖലകളും മലയാളികളുടെ എല്ലാവിധ മേഖലകളും പരിപൂർണമായ ജാതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്ന ഒരു വിമർശന ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ദളിത് എന്ന് പറയുന്നൊരു കൂട്ടം ആളുകൾ വരുന്നത്. ഇതൊരു അക്കാദമികമായിട്ടുള്ളൊരു സംജ്ഞ തന്നെയാണ്. അവരുടെ ഒരു പ്രധാന
അന്വേഷണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അന്തസ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്ന ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഉയർന്നു വന്നൊരു അക്കാദമിക ബ്രാഞ്ചാണ് ഈ ദളിത് ചരിത്ര പഠനം അല്ലെങ്കിൽ ദളിത് സ്റ്റഡീസ് എന്നൊക്കെയുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യം ഇവർ മുന്നോട്ട് വെക്കുന്ന ജാതിയുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായി അസ്വസ്ഥപ്പെടുത്തുകയാണ്. നിലവിൽ വളരെ ശക്തമായി ഉറപ്പിച്ച് വെച്ചിരുന്ന ചില മാനസിക വികാരങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ പറയുന്നത് വളരെ കൃത്യമായ ജാതിയാണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പം ആണ് ഇത് ദളിത് വിഷയങ്ങൾ പറയുന്ന ഒരു ജാതിക്കാരായി ചിത്രീകരിക്കപ്പെടുക. അതായത് അങ്ങോട്ട് വിരൽ കൃത്യമായി ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന നിലയിൽ അല്ലെങ്കിൽ കേരള സമൂഹത്തിൻ്റെ ഒരു ജാതി ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ചൂണ്ടിക്കാണിക്കപ്പെടുന്നവൻ ജാതിവാദിയായി മാറ്റുന്ന ഒരു പ്രക്രിയ. ബാക്കിയെല്ലാം ജാതിയല്ല എന്നുള്ളൊരു ബോധത്തിൽ ആളുകൾ ജീവിക്കുകയാണ്. ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ ഇതൊന്നും ജാതിയല്ല, പേരിൻ്റെ അവസാനം ജാതിപ്പേര് കൂട്ടുന്ന ഒന്നും ഒരു പ്രശ്നമേ അല്ല മലയാളികളെ സംബന്ധിച്ച്. അതേസമയം ആ പേരിൻ്റെ അവസാനം നിങ്ങൾ ജാതിപ്പേര് വെച്ചിരിക്കുന്നത് കുഴപ്പമാണെന്ന് പറയുന്ന വ്യക്തിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ് മലയാളികളുടെ ഒരു പൊതുബോധം കിടക്കുന്നത്. അപ്പോൾ അതേ ഒരു കോണ്ടക്സ്റ്റിൽ തന്നെയാണ് ഈ ഒരു ദളിത് ചരിത്രങ്ങളോ അല്ലെങ്കിൽ നമ്മൾ സമീപകാലത്ത് വരുന്ന എല്ലാ വിമർശനവേദ പഠനങ്ങളും ഈ ജാതിയെ അല്ലെങ്കിൽ മലയാളികളുടെ പൊതുബോധത്തെ ചോദ്യം ചെയ്യുന്ന പഠനങ്ങളെല്ലാം ജാതിവാദികളാക്കി മുദ്ര കുത്തുന്നൊരു പൊതു രീതിയാണ് കേരളത്തിൽ വരുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സംഗതി തന്നെയാണ് ജാതി എന്ന് തോന്നുന്നു. ഇപ്പം ജാതിയാണ് ഈ കൺസ്ട്രക്റ്റ്, അതായത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു കൺസ്ട്രക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ജാതിയാണ് എന്ന് അംബേദ്കർ പറയുന്നത്. അതിനെ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ ജാതിബോധത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു കമൻ്റ് അല്ലേ ഇത്? അതായത് ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നവർ ജാതിവാദികളാകുന്നു എന്നുള്ളത്. അതെ അതെ, ആ ഒരു രീതിക്ക് തന്നെയാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയകളൊക്കെ പരിശോധിച്ചാലും ഈ വക മേഖലയിലെ ഗവേഷണങ്ങളും അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പ്രാസംഗികരുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ ചാനലിലൊക്കെ തന്നെ കഴിഞ്ഞ സമയങ്ങളിൽ വന്നതിൻ്റെയൊക്കെ കമൻറ്റുകളൊക്കെ പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് കാണുന്നത്. അതായത് ഇത് പറയുന്നത്, ഇത് സംവരണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതാണ്. ഡിസ്ക്രിമിനേഷൻ എന്നുള്ളൊരു ടേം അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ജാതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലമായ ഒരു വിവേചനം എന്ന നിലയ്ക്കല്ല. ജാതി വിവേചനത്തെ മനസ്സിലാക്കണം. വിവേചനം ലോകത്തെല്ലായിടത്തും ഉണ്ട്, യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. മനുഷ്യ സമൂഹം എന്ന് മുതലുണ്ടോ അന്ന് മുതൽ ഇന്ന് വരെ വിവേചനമുണ്ട്, പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഉണ്ട്. എല്ലാ സമൂഹങ്ങളിലും അത് ശക്തമാണ്. പക്ഷെ അതിൽ നിന്നും പരിപൂർണമായ വ്യത്യാസവും ഒരിക്കലും ഒരു തരത്തിലുള്ള ഒരു കമ്പയർ ചെയ്യാൻ സാധിക്കാത്തൊരു സിസ്റ്റമാണ് ജാതി എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇല്ലെന്ന് പറയുന്നില്ല. അതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജപ്പാനിലെ ചില പ്രദേശങ്ങളിൽ ജാതി സിസ്റ്റം വളരെ ശക്തമായി നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇതേ രീതിക്ക് തന്നെ നമ്മുടെ പോലെ തന്നെ. അപ്പം എന്നാൽ അതിൽ നിന്നല്ല, അതായത് നിലവിലെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന വ്യവസ്ഥതയെ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു സംജ്ഞയിൽ നിന്ന് പരിപൂർണ്ണ വ്യത്യാസമാണ് ജാതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മനസ്സിലാക്കുന്നത് വലിയൊരു കുഴപ്പം പിടിച്ചൊരു പ്രക്രിയയാണ്. അതിനെ ആളുകൾ അങ്ങ് കാര്യമായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല. അപ്പം ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഇത് പറയുമ്പോൾ ജാതിയാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമെന്നും അല്ലെങ്കിൽ ജാതി ആണ് ഈ ഇവിടെ സംഭവിക്കുന്നത് ഒരു യാഥാർത്ഥ്യം തുറന്ന് കാട്ടപ്പെടുമ്പോഴത്തേനുമാണ് പരിപൂർണ്ണമായിട്ട് അസ്വസ്ഥരാകുന്നത്. ഇപ്പം നമ്മൾ രോഗം ഇല്ല, ഇപ്പം പ്രത്യേകിച്ച് ഈ മാനസിക രോഗത്തെ സംബന്ധിച്ചുള്ള ചില ഒരു കോമഡി എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയുന്നത്. അതായത് നമ്മൾ ഒരു രോഗിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ രോഗി ബാക്കിയുള്ളവരെയാണ് വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്കല്ല ഇവർക്കൊക്കെയാണ് രോഗം എന്ന നിലയിലും. അപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് ഈ കാസ്റ്റിനെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ. ഇതാണ് ജാതി എന്ന നിലയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ആളെ മുദ്രകുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു തർക്കമില്ലാതെ, പക്ഷേ ബാക്കി എല്ലാവിധ ജീവിതക്രമങ്ങളിലും ഇതൊരു നോർമൽ പ്രോസസ്സ്. ഇപ്പോൾ നമുക്ക് വളരെ ഒരു കേരളത്തിൻ്റെ ജാതി എന്ത് എന്നുള്ളതിന് ഒരു ഗവേഷണത്തിൻ്റെയോ ഒരു പ്രസംഗവും നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഞായറാഴ്ച വരുന്ന പത്രങ്ങൾ, മാട്രിമോണിയൽ കോളങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. അതിനകത്ത് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ജാതിയാണ് എന്നുള്ളൊരു കാര്യത്തിലാണ് ആളുകൾ വിവാഹം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മാട്രിമോണിയൽ വെബ്സൈറ്റുകൾ, എത്ര ജാതികളുണ്ടോ അത്രയും ജാതികൾക്ക് വെബ്സൈറ്റ് ഉള്ളൊരു നാടാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും ഒരിക്കലും ജാതിയല്ല, അതൊന്നും ഒരു വിവേചനമല്ല. നമ്മൾ നമ്മുടെ ജാതിയിൽ നിന്ന് മാത്രം ആളെ സ്വീകരിക്കും എന്ന് ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ ജാതിയായിട്ട് പറയത്തില്ല. ജാതി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വിഭാഗം ആളുകൾ നേരിടുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക മേഖലകളിൽ നേരിടുന്ന വിവേചനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ ജാതിവാദികളും ഈ മാട്രിമോണിയൽ കോളങ്ങൾ നടത്തുന്ന ആളുകൾ ജാതി ഇല്ലാത്ത അല്ലെങ്കിൽ ജാതിരഹിത സൊസൈറ്റി രൂപീകരിക്കുന്ന മനുഷ്യന്മാരുമായിട്ടാണ് പൊതുസമൂഹം ചിന്തിക്കുന്നത്. അതൊരു പ്രശ്നമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അതൊരു ജാതിയാണ്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഡിസ്ക്രിമിനേഷൻ്റെ ഉറവിടം എന്നുള്ള ഒരു ചിന്ത ആളുകൾക്ക് ഉണ്ടാകുന്നില്ല. അതാണ് ഒരു പ്രധാന കുഴപ്പമായിട്ട് തോന്നുന്നു. ഇപ്പോൾ ജാതീയതയ്ക്ക് എതിരെ സംസാരിക്കുന്ന ആളുകൾ, ഇപ്പോൾ ദളിത് പൊളിറ്റിക്സ് സംസാരിക്കുന്ന ആളുകൾ ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തങ്ങളും ജാതിക്ക് അധീനരാണ് എന്നൊരു പ്രഖ്യാപനമാണ് നടത്തുന്ന തരത്തിലുള്ള വളരെ മോശം ഒരു റീഡിംഗ് ആണ്. പക്ഷേ അതാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല കമൻറ്റുകളിലും
പല ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യാഖ്യാനം വരുന്നത്? ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രത്യേക ചില മേഖലകളിൽ നിന്നുള്ള ശബ്ദങ്ങൾക്ക് മാത്രമാണ് ജാതി കാർഡുകൾ കൃത്യമായി വരുന്നുള്ളൂ. ഇപ്പം നാളിതുവരെയുള്ള എഴുത്തുകൾ, മലയാള സാഹിത്യം തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വളരെ കൃത്യമായി ഒരു മലയാളി എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന പലപ്പോഴും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വിഭാഗം ആളുകളെ മാത്രമാണ്. അല്ലെങ്കിൽ ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് വരുന്ന എഴുത്തുകൾ പരിശോധിച്ചാലും അതേ രീതിക്ക് തന്നെയാണ്. ഇതൊന്നും ഒരിക്കലും ഒരു ജാതിയെക്കുറിച്ചുള്ളൊരു ചിന്തയാണ്. അതായത് നമ്മൾ വളരെ കൃത്യമായി നമ്മുടെ എല്ലാം തലമുറകളായിട്ട് നമ്മുടെ എല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ്. ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലവിലുള്ള വ്യവസ്ഥകൾക്കെതിരായുള്ള ചോദ്യം വരുന്നിടത്താണ് ജാതി എന്നുള്ളൊരു കാര്യം എന്നുള്ളൊരു തെറ്റായ ഒരു ബോധം വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാതിയാണെന്നും നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ജാതി വിവേചനത്തിലൂടെയാണ് എന്നൊരു ചിന്ത ആളുകൾക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പം ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ജാതിയെ സംബന്ധിച്ചുള്ള ഒരു ഡിസ്കഷൻ എപ്പോഴും ഒരു പ്രശ്നം നിറഞ്ഞു നിൽക്കുന്നതാണ്. ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാസ്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു ഡിസ്കഷൻ. അപ്പോൾ അത് പറയുന്ന കാസ്റ്റും റിസർവേഷനെ സംബന്ധിച്ചുള്ള ഡിസ്കഷനും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അത് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള രീതിയിലാണ് റിസർവേഷൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ജാതി വെച്ചല്ല നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരു ജാതിരഹിത സമൂഹം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ജാതിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടും ജാതിയെ മനസ്സിലാക്കിക്കൊണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മനസ്സിലാക്കുന്നില്ല ഒരു വിഭാഗം ആളുകൾ ഇതാണ് പ്രശ്നമെന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കുമ്പം അത് മറ്റുള്ളവർ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വീണ്ടും ഇത് തന്നെ കുഴപ്പം പിടിച്ചതാണ് അല്ലെങ്കിൽ ഇതാണ് ജാതി എന്ന് നിലയ്ക്കും. അതായത് ഇവിടെ എന്തോ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്, ആ അന്തരീക്ഷത്തെ ചോദ്യം ചെയ്യുന്നു. അതായത് കുഴപ്പമില്ലാതിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള ജാതി കാർഡുമായിട്ട് ചില ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. അവരാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ബാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നമ്മൾ ജാതി പാലിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴത്തേനും ഇതാണ് ജാതി എന്നുള്ളൊരു നിലയിലേക്ക് അവരുടെ ജീവിതത്തിൽ മുഴുവൻ പാലിക്കുന്ന ഒരു ജാതിയാണ്. ഇപ്പോൾ ഒരു മലയാളിയെ സംബന്ധിച്ച് ഒരു മലയാളിയും ഒരു 50-60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും അയാളുടെ ജീവിതത്തിൽ ഒരു 8-10 ഇന്റർകാസ്റ്റ് പോലും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം സമയങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിൽ പോലും ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ സാധിച്ചിട്ടില്ല. അതൊന്നും അയാൾക്കൊരു ജാതിയോ വിവേചനമോ, സ്വന്തം ജാതിയെ സ്നേഹിക്കുന്നതും വിവേചനമാണ്, അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതിപ്പം മുകളിൽ നിന്നല്ല താഴെ ആണെങ്കിലും നമ്മൾ ഒരു ജാതി ഹൈറാർക്കി എന്നുള്ളൊരു സങ്കല്പത്തിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും മേൽത്തട്ടിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ ആളുകളെ സ്നേഹിക്കുന്നതും താഴെ തട്ടിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ ആളുകളെ മാത്രം സ്നേഹിക്കുന്നതും പ്രശ്നം തന്നെയാണ്. ഇതും ജാതി തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. അപ്പം ഇതിനെ ആളുകൾ മനസ്സിലാക്കുന്നില്ല. അതായത് ജാതിയെ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊന്നുമല്ല, എല്ലാവരും മനുഷ്യരാണ് എന്നുള്ളൊരു ചിന്ത ആളുകൾക്ക് ഉണ്ടാകുന്നില്ല. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കല്യാണ കോളങ്ങൾ ഇല്ലാതാകണം. ആ ഒരു നിമിഷത്തിൽ മാത്രമേ ഉള്ളൂ ജാതി. അങ്ങനെ ഇല്ലാത്തൊരു സൊസൈറ്റിയിലാണ് നമ്മളിത് പറയുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് അംഗീകരിക്കാം. നമ്മുടെ മരണത്തിനും നമ്മുടെ കല്യാണവും ഇതുമെല്ലാം വളരെ കൃത്യമായ ജാതിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ ഒരു വലിയ ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആണെങ്കിൽ പോലും നമ്മൾ അവരുടെ അല്ലെങ്കിൽ ജാതി ഇല്ലാത്ത സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്ന നിലയിൽ അവകാശപ്പെടുന്ന മൂവ്മെൻറ്റുകളുടെയൊക്കെ ആളുകളുടെ മരണം നമ്മൾ പരിശോധിക്കും. ഒരുപക്ഷെ കല്യാണമൊക്കെ അങ്ങനെ രീതിക്കും, മരണം വളരെ കൃത്യമായ ഒരു ശവസംസ്കാര ശുശ്രൂഷ എന്ന നിലയിലേക്ക് തന്നെയാണ് പോകുന്നത്. അല്ലെങ്കിൽ അവർ ഗവൺമെൻറ് കോളേജുകൾക്ക്, മെഡിക്കൽ കോളേജുകൾക്ക് ബോഡി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ മരണത്തിലും കല്യാണത്തിനും വളരെ കൃത്യമായ ജാതി പാലിച്ചുകൊണ്ടും ഈ മതം പാലിച്ചുകൊണ്ടും തന്നെ ജീവിക്കുകയും അതേസമയം ഇതൊക്കെ കുഴപ്പമാണെന്ന് പറയുന്ന ആളുകൾ എന്തോ കുഴപ്പം പിടിച്ച മനുഷ്യന്മാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്നൊരു ബോധം മലയാളികളെ സംബന്ധിച്ച് ഇതൊന്നും, അതായത് ഇതൊരു നോർമൽ പ്രോസസ്സാണ്, അവർ ജീവിക്കുന്ന ഒരു നോർമൽ സിസ്റ്റമാണ്, ഇത് നോർമലാണ്, ഇത് ജാതിയാണെന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല. അതായത് ഒരു വിഭാഗത്തിന് ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് പൊസിഷനും മറു വിഭാഗം അത് അല്ലാതെയാകുന്ന ഒരു സംഗതി. അതായത് ജാതിയെയും ജാതിവാദത്തെയും മനസ്സിലാക്കുന്നതിൽ കേരള സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലെ ജാതി നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വളരെ ഏറെ ജാതി വിവേചനം ഉള്ളൊരു മേഖലയാണ്. പല പ്രയോഗങ്ങളുണ്ട്. ഇപ്പം ഈ കോളനി എന്ന് പറയുന്നത് ഒരു വിഭാഗത്തെ അടയാളപ്പെടുത്തുന്നത് കോളനി എന്ന പേരിലാണ്. ഈ സോഷ്യൽ മീഡിയയിലുള്ള ജാതിയെ എങ്ങനെയാണ് വിനിൽ നോക്കിക്കാണുന്നത്? സോഷ്യൽ മീഡിയയിലെ ജാതി ഇപ്പം അക്കാദമികമായി തന്നെ പല പഠനങ്ങൾ വന്നിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിക്കകത്തും മറ്റ് പല അക്കാദമിക പ്രസിദ്ധീകരണങ്ങൾ പരിശോധിച്ചാലും ഈ സോഷ്യൽ മീഡിയയിലെ കാസ്റ്റ് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ, അതായത് ഒരു ഗവേഷണ മേഖല തന്നെയാണ്. അത് മനുഷ്യൻ വളരെ കൃത്യമായി ഇടപെടുകയും ഇതിനകത്ത് കുറേ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സമയങ്ങളിലൊക്കെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ ട്വിറ്റർ പോലുള്ളതിനകത്തൊക്കെ അത്തരത്തിലുള്ള വെരിഫിക്കേഷൻ ഇത് ദളിതരായിട്ടുള്ള ലീഡേഴ്സിനൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് കാസ്റ്റ് നോക്കിക്കൊണ്ട് ഒരു തരം സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പം
ഭീം ആത്മീയുടെയും അതുപോലെ ഒന്ന് രണ്ട് ചില ലീഡേഴ്സിൻ്റെയൊക്കെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ അതുമൊക്കെ ബന്ധപ്പെട്ട ചില പഠനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് ദളിതരായിട്ടുള്ള ആളുകൾ, അവർക്ക് കുറേയധികം ഫോളോവേഴ്സും അവരുടെ എഴുത്തുകളെല്ലാം ഒത്തിരി ആളുകൾ വായിക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഇത്തരത്തിലുള്ളൊരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ടാഗ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള ചില അന്വേഷണങ്ങളും പഠനങ്ങളും ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഈ വക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, കാശിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും പല രീതിയിൽ ഉള്ളൊരു കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് വളരെ കൃത്യമായി സമൂഹത്തിൽ എങ്ങനെയാണോ ജാതി നിലനിന്നിരുന്നത് അതിനെ പഠിച്ചത്, അതേ രീതിക്ക് തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൻ്റെ അകത്തും നിറയെ ജാതിയും ഡിസ്ക്രിമിനേഷനുമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് അക്കാദമിക സമൂഹം വളരെ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം സമീപ സമയങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വല്ലാത്തൊരു കുഴപ്പം പിടിച്ചൊരു മേഖല തന്നെയാണ്. അപ്പം ഇപ്പം ഈ സമീപ സമയങ്ങളിൽ വലിയൊരു വാദം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഈ പ്രായമായിട്ടുള്ള ആളുകളും ജാതിയും വർഗീയതയൊക്കെ പറയുന്ന കുറേ ഇത് തന്തവൈബ് എന്നൊക്കെ ഇവർ പറയുന്ന ടീമിലുള്ള ആളുകളുടെയാണ്, അമ്മാവന്മാരുടെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇൻസ്റ്റാഗ്രാം പരിശോധിക്കുക, അവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, അവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ മാത്രമാണ് ഷെയർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതിലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച, ഇപ്പോൾ സമീപ സമയത്ത് ഈ കഴിഞ്ഞ സാഹിത്യ അക്കാദമിയുടെ എൻഡോമെൻ്റ് അവാർഡ് കവിതയ്ക്ക് ലഭിച്ച അലീന ആകാശമിട്ടായി അവർ ഇത്തരത്തിലുള്ള കാസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പോസ്റ്റ് ചെയ്യുകയൊക്കെ. അപ്പോൾ അവരുടെ എൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ യൂത്തന്മാർ എന്നുള്ള നിലയിൽ മാത്രം ജീവിക്കുന്ന ആളുകൾ വളരെ ജാതി നിറഞ്ഞ വാദങ്ങളും നിറത്തെ അധിക്ഷേപിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വ്യാപകമായ രീതിയിൽ മുൻപോട്ട് വെക്കുന്നു. അപ്പം അവിടെ ഒരു മാറ്റമൊന്നുമില്ല, അതിൻ്റെ ഒരു വേറൊരു വേർഷൻ തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞതിനകത്തും ഇത്തരത്തിലുള്ള ഒരു ജാതി വെറി തന്നെയാണ് അവിടെയും പ്രചരിക്കപ്പെടുന്നത്. അപ്പോൾ അതിന് യാതൊരു മാറ്റവും ഇല്ലാത്ത രീതിക്ക് തന്നെയാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കോളേജിലെയും മറ്റ് ആ ഒരു പ്രായം വരുന്ന ആളുകൾ കൂടുതൽ ഉള്ളൊരു ഇടം തന്നെയാണത്. എന്നാൽ അതിൽ നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഏറ്റവും സോഷ്യൽ മീഡിയയുടെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഇന്നത്തെ റീൽസിൻ്റെ ലോകത്തിൽ കാസ്റ്റിനെ അഡ്രസ്സ് ചെയ്യണമെന്നും എന്താണ് വിഷയമെന്ന് അവതരിപ്പിക്കും വേടനെ പോലുള്ള ആളുകൾ, അത് നമ്മൾ പ്രധാനമായും അല്ലെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്നത്തെ ഒരു സമൂഹത്തിൽ കാസ്റ്റിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യണം. ഈ ഇന്നത്തെ അവർ കാണുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ്റെ ഒരു മെത്തേഡിൽ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹം അവിടെ സ്വീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് വേടനോടെ സ്വീകരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അലീന ആകാശമിട്ടായുടെ കവിതകളും അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളും ഒക്കെ അവിടെ തെറിവിളിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ആളുകൾ അതിനെ ലൈക്ക് കൊടുക്കുന്നതും ഈ ഒരു ജനറേഷനിലും അങ്ങനത്തെ കുറേ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട് എന്നുള്ളൊരു കാരണത്താൽ തന്നെയാണ്. അപ്പോൾ ഇത് ഒരു പ്രധാന പ്രശ്നമായിട്ട് തന്നെ നിൽക്കുന്നത്, അതായത് ജാതി മാറിയിട്ട് അല്ലെങ്കിൽ വിവേചനം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ രൂപത്തിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ രൂപത്തിൽ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പിന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച വളരെ കൃത്യം തന്നെയാണ്. അവിടെ വീണ്ടും വിവാഹം തന്നെയാണ് വീണ്ടും നമുക്ക് പ്രശ്നവൽക്കരിക്കേണ്ടി വരുന്നത്. അവിടെ ഈ പറയുന്ന ന്യൂജൻ വിവാഹങ്ങൾ പരിശോധിച്ചാലും വേറെ ആരും നമ്മൾ കാണുന്നില്ല. അവരുടെ സ്വന്തം ജാതിക്കാരെ തന്നെ വിവാഹം കഴിക്കുന്നതും അതിൻ്റെ ചില പോസ്റ്റുകളും റീൽസുകളും തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു സോക്കോൾഡ് സിസ്റ്റത്തിനുള്ളിൽ എങ്ങനെയൊക്കെയായിരുന്നു ഒരു ക്രിസ്ത്യൻ, ഇസ്ലാം, ഹിന്ദു റിലീജിയസിൻ്റെ കോണ്ടക്സ്റ്റിലെ വിവാഹങ്ങളും അതിൻ്റെ ചടങ്ങുകളും എന്താണോ അതിനെ കുറേ പുതിയ മ്യൂസിക് കയറ്റി അവതരിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെ കാണുന്നത്. അതായത് ഇതിനെയൊന്നും ബ്രേക്ക് ചെയ്യുന്ന ഒരു ജനറേഷൻ നമ്മൾ കാണുന്നില്ല. ഇത് കുഴപ്പം. അതായത് ഇവർ ഈ റിസർവേഷനെതിരായിട്ടുള്ള ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അത് മനസ്സിലാക്കാതെ പറയുകയും ബാക്കി എല്ലാവിധ കാര്യങ്ങളും അവർ പുതിയൊരു വസ്ത്രം ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജാതി പുതിയൊരു വസ്ത്രം ധരിച്ചു എന്നല്ലാതെ അതിൻ്റെ അപ്പുറം വേറൊരു കാര്യവും നമ്മൾ കാണുന്നില്ല ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച്. കമ്പാർട്ട്മെന്റുകളിൽ തന്നെ പഴയ അതിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് കൂടുതലൊരു ദൃശ്യത, ഒരു വിസിബിലിറ്റി വന്നിട്ടുണ്ട് തോന്നുന്നല്ലേ? ഇത് കൂടുതലായി വരുന്നത് ഇപ്പം ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞാൽ ഇവർ ഈ പുതിയ ഇതെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന ടേമുകൾ തന്നെ നമ്മൾ പരിശോധിക്കാം. അപ്പം ഇപ്പം ആദ്യ സമയങ്ങളിൽ വന്ന ഒന്നാണ് OMD എന്ന് പറഞ്ഞിട്ട് സാധനം. അപ്പോൾ അതിനെ ഒരു ആൾ നിരീക്ഷിക്കുന്നുണ്ട്. അതായത് കണ്ടംവഴി ഓടുക അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്റോറിക്കലി നമ്മൾ പരിശോധിക്കുമ്പം എനിക്കൊന്ന് ചന്ദ്രൻ കോമത്ത് എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റിൻ്റെ ഒരു അധ്യാപകമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണതാണ് അത് എന്ന് പറഞ്ഞാൽ കണ്ടത്തിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ കണ്ടവും ഇതുമൊക്കെയായി ബന്ധപ്പെട്ട ആളുകൾ ആര് എന്നുള്ളത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ലോവർ കാസ്റ്റപ്പെട്ട ആളുകൾ തന്നെയാണ്. അതായത് ആ ഒരു തെറി എന്നുള്ള രൂപത്തിൽ വിഭാവന ചെയ്യപ്പെടുന്നത് വീണ്ടും, അതായത് ഒരു ആധുനിക സംവിധാനത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സംവിധാനത്തിനുള്ളിൽ തെറി എന്ന നിലയിലും മോശം വാക്ക് എന്ന നിലയിലും വിഭാവന ചെയ്യപ്പെടുന്നത് ദളിതരുടെ സാമൂഹിക ജീവിതത്തെയാണ് ഒന്നത്. രണ്ടാമത് പിന്നെ വരുന്നത് നമ്മൾ കോളനി എന്നുള്ളൊരു ടേം വളരെ മോശമായ രീതിയിൽ കോളനിയിൽ ആരാണ് താമസിക്കുന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ പിന്നെ മൂന്നാമത് അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കണ്ണാപ്പി എന്നുള്ളൊരു വിളിയും കാര്യങ്ങളും വരുന്നു. അല്ലെങ്കിൽ പേരുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴും അവിടെയും പരിഹസിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അപമാനിതരാക്കുന്നത് പലപ്പോഴും
ദളിതരുടെ സാമൂഹിക ജീവിതത്തെ തന്നെയാണ്. അല്ലാതെ അവർ പുതിയൊരു ടേമോ അല്ലെങ്കിൽ പുതിയ ഒരു കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും സ്വീകാര്യമായിരിക്കുന്ന എല്ലാവരെയും ഒരേപോലെ ഉൾക്കൊള്ളുന്ന പ്രയോഗങ്ങളൊന്നും ഈ ആധുനിക ഡിജിറ്റൽ സംവിധാനത്തിലും ഫോം ചെയ്തു വന്നില്ല. അവിടെയും പരിഹസിക്കപ്പെടുന്ന ടേമുകൾ എമേർജ് ചെയ്ത് വന്നിരിക്കുന്നത് ദളിതരുടെ സോഷ്യൽ ലൈഫിൽ നിന്നാണ്. അപ്പോൾ അവരെ പരിഹസിക്കുന്നതിനാണ്. അപ്പോൾ മുടി നീട്ടി വളർത്തിയ ആളുകൾ അല്ലെങ്കിൽ കാണാൻ അത്ര ഭംഗിയില്ലാത്ത ആളുകളെ ആണെങ്കിലും കറുത്ത നിറമുള്ളവരെ ആണെങ്കിലും എല്ലാം വളരെ കൃത്യമായി കോളനി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടേമുകൾ, കണ്ണാപ്പി പോലുള്ള ടേമുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു പദങ്ങൾ വളരെ കൃത്യമായി പണ്ടത്തെ കാലത്തെ ഇപ്പോൾ ഒരു കൂത്തിച്ചീന്ന് വിളിക്കുന്നോ ഒലയാടി എന്ന് വിളിക്കുന്നോ ആ ഒരു ടേമിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അതേ മീനിങ് തന്നെയാണ് അവർ ഇന്നും ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേ വർഗത്തെ അല്ലെങ്കിൽ അതേ ഒരു വിഭാഗത്തിനെ തന്നെയാണ് ഇന്നും വേറൊരു രൂപത്തിൽ അവർ പരിഹസിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത് മാറ്റമില്ലാതെ തുടരുന്ന ഒരു കാര്യം തന്നെയാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഒരു കാലത്താണ് ഇത്തരം പഴയ രൂപത്തിൽ നിന്ന് മാറി വേറെ രൂപത്തിലേക്ക് വന്നുള്ളൂ. ഇത്തരം പ്രയോഗങ്ങളെയും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുന്നതിനെയും പ്രതിരോധിക്കാൻ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമോ? അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? അങ്ങനെ ശ്രമങ്ങൾ നടക്കുന്നത് ചില ആളുകൾ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ വേടനെ പോലുള്ള ആളുകളെ, അല്ലെങ്കിൽ ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു സുമിത് സാമോസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം പെൻസിൽവാനിയയിൽ PhD ചെയ്യുന്നു. കേംബ്രിഡ്ജിൽ പിന്നീട് അദ്ദേഹം പഠിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫിഗറുകളാണ് ഇവർ. അപ്പോൾ ഇവർ അവരുടെ പാട്ടുകളും അവരുടെ എഴുത്തുകളും ഒക്കെ വെച്ചിട്ട് അംബേദ്കറിനെ കുറിച്ചും കാസ്റ്റിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രതിരോധം തീർക്കാനുള്ളൊരു ശ്രമങ്ങൾ അത് പക്ഷെ ഉണ്ടായി വരുന്നത് ദളിതരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായി വരുന്നത്. ഇത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചുമ്മാ ഈ കളിയാക്കുക മാത്രമല്ല. ഇപ്പോൾ ഇവിടെ വിദേശത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ സൂരജ് യാങ്ഡെ പോലുള്ള ആളുകളൊക്കെ ഉള്ള ഒരു സൊസൈറ്റിയാണ് എന്നുള്ളൊരു പ്രഖ്യാപനം ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നമായി നിൽക്കുന്ന കേരളത്തിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു കുഴപ്പം പിടിച്ചൊരു കാര്യം തന്നെയാണ്. കേരളത്തിൻ്റെ ഒരു പൊതുബോധം മലയാളി ബോധം എന്ന നിലയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ തറവാടും കുടുംബത്തിലും ആണ്. അപ്പോൾ അതിൻ്റെ വേറൊരു രൂപത്തിൽ തന്നെയാണ് മലയാളികളുടെ ഒരു പൊതു ഇടങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതിരോധം തീർക്കുന്നതിൻ്റെ ഒരു അളവ് കുറവാണ്. നമുക്ക് ആകെയുള്ളൊരു വേടനെ അദ്ദേഹത്തിൻ്റെ പാട്ടുമൊക്കെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ബാക്കി കൂടുതലിടങ്ങളും ജാതി ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ജാതി കോട്ടകളും ജാതി പ്രൊഫൈലുകളും തന്നെയാണ്. അപ്പം അവരുടെ പ്രൊഫൈലിലെ ഫോട്ടോസും ചിത്രങ്ങളും അല്ലെങ്കിൽ അവരുടെ കമൻറ്റുകൾ അല്ലെങ്കിൽ അവർ ജോയിൻ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ ഈ സമീപ സമയങ്ങളിൽ നമ്മൾ കാണുന്നതാണ് ഈ പ്രത്യേകിച്ച് ഈ സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ട്രോളുകൾ ഉണ്ടാക്കുക. അതായത് ചരിത്രവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം. അതായത് മലയാളികളുടെ ഒരു പൊതുബോധത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ സാധാരണ നാടുകളെല്ലാം നമ്മൾ ചരിത്രം പറയുകയും ചരിത്രത്തെക്കുറിച്ച് ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഈ നമ്മുടെ ഭൂതകാലത്തിൽ നടന്നത് വലിയ കുഴപ്പം പിടിച്ചാണ്. അതിനെക്കുറിച്ചൊരു കുറ്റബോധം ഉണ്ടാകുക എന്നുള്ളൊരു കാര്യവും അതിനെതിരായിട്ട് പൊതു മാപ്പ് പറയുന്ന ഒരു രീതിയും നമ്മൾ ലോകമെമ്പാടും കാണാറുണ്ട്. ഇപ്പം നെതർലൻഡിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോപ്പ് പോലും പലപ്പോഴും പല വിഷയങ്ങളിൽ മാപ്പ് പറയുന്നത് കാണും. അല്ലെങ്കിൽ നെതർലൻഡിലെ ഈ സ്ലേവറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ പൂർവികർ ചെയ്തതിനെ കുറിച്ചൊരു മാപ്പ് പറയുന്നു. അങ്ങനെ ലോകത്തിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ വലിയ വലിയ കമ്പനികളും പ്ലാന്റേഷനിലെ വലിയ ഫാക്ടറീസും എല്ലാവരും ഒക്കെ തന്നെ അവർ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ അവരുടെ പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൽ സ്ലേവറിയുടെ പങ്ക് വളരെ വലുതായിരുന്നു. അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിലോ കേരളത്തിലോ അതൊരു പ്രശ്നമേ അല്ല. അവരുടെ പൂർവികർ ചെയ്തതിനെ സംബന്ധിച്ച് അവർക്ക് അതൊരു വിഷയമല്ല. ഞങ്ങളുടെ വല്യപ്പൻ 10 പേരെ തട്ടിയിട്ട് അല്ലെങ്കിൽ 10 ആളുകൾ അവിടെ ചവിട്ടിത്താത്തിട്ടാണ് ഈ കണ്ടവും പാടശേഖരവും നിർമ്മിച്ചത് എന്ന് പറഞ്ഞ് ഒരു അഭിമാനം എന്ന നിലയ്ക്ക് തന്നെയാണ് ആളുകൾ മലയാളികളുടെ ഒരു പൊതുബോധത്തിൽ കിടക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ജനറേഷൻ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ പോരാട്ടങ്ങളുടെ നടുവിലാണ് ഇവിടെ ആളുകൾ പള്ളിക്കൂടങ്ങളിൽ പോയതും റോഡുകളിൽ സഞ്ചരിച്ചതും എന്നൊക്കെയുള്ള ഒരു ധാരണയും ബോധമോ ഇല്ലാത്തൊരു വിഭാഗമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ചരിത്രത്തിനെ സംബന്ധിച്ചുള്ള ഒരു മനസ്സിലാക്കൽ വളരെ തെറ്റായിട്ട് തന്നെയാണ്. അപ്പോൾ അത് വേറെ ആൾ ഉപദ്രവിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു മാനസിക ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൂർവികർ മഹാകൊള്ളുവല്ലാത്തവരാണ് എന്ന് പറഞ്ഞ് വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കൂട്ടം മനസ്സാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നത്. ഇതൊന്നും വേറൊരു രൂപത്തിൽ ഈ ജാതിയെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. ഇപ്പം അതിനെ പരിഹരിക്കുക അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുക എന്നുള്ളൊരു നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പറയും. പക്ഷേ അത് വേറൊരു കുഴപ്പം പിടിച്ചൊരു മേഖല തന്നെയാണ്. കേരളത്തിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയാണ് ഏറ്റവും കുഴപ്പം പിടിച്ച ഒരിടം തന്നെ.
ഇപ്പം പൈതൃകം എന്ന് പറയുന്നത് അത് ജാതിയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജാതി പിന്തുടർന്ന് പോരുക എന്നുള്ളതാണ്, ആ പാരമ്പര്യമാണ് പിന്തുടർന്ന് പോരുന്നത് എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചരിത്രം എന്ന് പറയുന്നത്, ചരിത്രത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, ഇതൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള ചരിത്രകാരന്മാർ കേരളത്തിൻ്റെ ചരിത്രത്തെ എഴുതി വെച്ചിരിക്കുന്നതിൽ കച്ചവടം ഒരിടത്തുമില്ല. ഇപ്പോൾ വിനിലിൻ്റെ പുസ്തകങ്ങളിലാണ് അടിമക്കച്ചവടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സനൽമോഹൻ്റെ പുസ്തകങ്ങളിലാണ് അടിമക്കച്ചവടത്തെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ചരിത്രകാരന്മാർ അടിമക്കച്ചവടത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നത് പോലും. അത്തരം ഈ ഒഴിവാക്കലുകളുടെ ഒരു ചരിത്രമല്ലേ നമ്മുടെ കേരള ചരിത്രം എന്ന് പറയുന്നത്? കേരളത്തിൻ്റെ ഒരു ഈ അടിമത്തത്തിൻ്റെ ഒരു ഹിസ്റ്ററിക്കകത്ത് അവർ ഒഴിവാക്കലിനൊരു വേറൊരു സൈദ്ധാന്തിക വശം എന്ന നിലയ്ക്കാണ് അവർ മുൻപോട്ട് വെക്കുന്നത്. ഈ ഒരു സ്ലേവറി എന്ന് പറയുന്ന ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷനാണ്. ആ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന ന്യായീകരണമായിട്ട് പറയുന്നത്. അതിൻ്റെ സ്ലേവറിയെ കുറിച്ച് പല ആളുകളും പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പം കേരള സൊസൈറ്റി പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘമാണ് ആദ്യമായിട്ട് കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. 1928 അവർ രൂപപ്പെടുന്നത്. അതങ്ങനെ ഒരു പുസ്തകം അവർ പ്രസിദ്ധീകരിക്കുന്നു, പല ലക്കങ്ങളായിട്ടാണ്. അപ്പോൾ അത് അവൈലബിൾ ആണെന്ന്. അപ്പോൾ അവരുടെ ഫസ്റ്റ് വോളിയത്തിനകത്ത് പോലും സ്ലേവറി ഇൻ ട്രാവൻകൂർ എന്നൊക്കെ പറഞ്ഞ് ലേഖനങ്ങളൊക്കെ കാണുന്നത് പല ആളുകളൊക്കെ നോക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ഇതൊരു കുഴപ്പം പിടിച്ചതാണ് എന്നുള്ളൊരു, അല്ലെങ്കിൽ ഇതൊരു മനുഷ്യൻ്റെ ഒരു സാമൂഹ്യ അവസ്ഥയായിരുന്നു എന്നൊരിക്കലും ചിത്രീകരിക്കപ്പെടുന്നു. ഇപ്പം ഇതിൻ്റെ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചില പ്രഗത്ഭരായിട്ടുള്ള ഹിസ്റ്റോറിയന്മാർ ആളുകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നിരിക്കുന്ന രേഖകളെ വിശകലനം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു ഇടത്തു നിന്നും, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നിന്ന് വ്യാപകമായ രീതിയിൽ ലഭിച്ചിട്ടുള്ളതാണ് ഈ ആളുകളെ വിൽക്കുന്നതിൻ്റെ രേഖകൾ. നമ്മൾ അടിമ തീറോല എന്നൊക്കെയാണ് സ്ലേവ് ട്രാൻസാക്ഷൻ ഡീഡുകൾ ലഭിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും, ഒരു ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു പുലയ സ്ത്രീനെയും അല്ലെങ്കിൽ ഒരു പറയ സ്ത്രീയെയും അവരുടെ ഇത്ര മക്കളെയും ഇന്ന ദേശത്ത് നിന്ന് ഇന്ന ആളുടെ അടുത്തേക്ക് ഇത്ര രൂപയ്ക്ക് ഇത്ര അണയ്ക്ക് വിൽക്കുന്നു, കൊല്ലുക യു മേ സെൽ ഓർ കിൽ എന്നുള്ള രീതിയിലാണ് എഴുതി. അങ്ങനത്തെ ഒരു അടിമ കച്ചവട രേഖയാണ്. അപ്പം അടിമ തീറോല എന്നുള്ള ടീം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് കേരളത്തിൻ്റെ സാമ്പ്രദായിക ചരിത്രകാരന്മാർ പറയുന്നത് ഈ ആളുകളെ വിൽക്കുന്ന, അതായത് അപ്പനെയും അല്ലെങ്കിൽ അമ്മയും മക്കളെയും അല്ലെങ്കിൽ 2-3 പുരുഷന്മാരെയോ, അപ്പോൾ ഈ ഉള്ള രീതിയിൽ വിൽക്കുന്ന ആ ഒരു വിൽപ്പനയെ ഇവർ വിളിക്കുന്നത് ഇത് ഒരു തൊഴിലാളി വിതരണം എന്നാണ്, ലേബർ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ തൊഴിലാളികളെ വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അല്ലാതെ ഇതൊരു സ്ലേവറി എന്നുള്ള നിലയ്ക്ക് കാണാൻ പറ്റത്തില്ല എന്നുള്ളൊരു വാദമായിരുന്നു അവർ പ്രധാനമായും മുൻപോട്ട് വെച്ചത്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ സമീപകാല പഠനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നെതർലൻഡിൽ നിന്ന് ചില പണ്ഡിതന്മാരുടെ പഠനങ്ങൾ ഈ 2015 മുതൽ പ്രസിദ്ധീകരിക്കപ്പെടും. നമ്മുടെ കൊച്ചിയിലെ ആർക്കൈവ്സിൽ നിന്ന് കണ്ടെടുക്കുന്ന രേഖകളൊക്കെയാണ്. അപ്പോൾ അതിൽ അസാധ്യമായ രീതിയിൽ മനുഷ്യനെ വിൽക്കുകയാണ്. നമ്മൾ ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ വലിയ കാര്യത്തിൽ സ്ലേവറി എന്ന നിലയിൽ നമ്മൾ പഠിക്കുന്ന പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന പോലത്തെ അതേ സാമൂഹ്യ അനുഭവങ്ങൾ ഈ കൊച്ചിയിലും അല്ലെങ്കിൽ ഈ കോഴിക്കോടും നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ വെളിയിൽ വരുമ്പോൾ പിന്നീട് സ്വാഭാവികമായിട്ടും ഇതിനെ ഇപ്പം തൊഴിലാളി വിതരണമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു നിലപാടിലാണ് ഇവർ വേറൊരു പരിഷ്കരിക്കപ്പെടുന്നത്. അത് ഹിസ്റ്ററിയുടെ ഒരു ഭംഗിയും കൂടിയാണത്. ഹിസ്റ്ററിയെ സംബന്ധിച്ച്, സയൻസിനും ഹിസ്റ്ററിയെ സംബന്ധിച്ചൊക്കെ വരുന്നൊരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ തെളിവുകൾ വരുന്ന സാഹചര്യത്തിൽ മാറി ഇങ്ങനെയല്ലായിരുന്നു എന്നുള്ളൊരു വാദം മുൻപോട്ട് വെക്കുന്നു. അപ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പോകുന്നു. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനത്തെ നാളിതുവരെ അവരുടെ ഒരു പിടിവാശിയിൽ നിന്ന് മാറി ഇങ്ങനെയും ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഹിസ്റ്റോറിയന്മാർ ഇപ്പോൾ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ലേവറിയുടെ ഒരു സാഹചര്യം. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഭൂതകാലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതൊരു ചില ഹിസ്റ്റോറിയന്മാരൊക്കെ തന്നെ പറയുന്ന ഒരു വാദമാണ്. അത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് എടുക്കാനും പറ്റത്തില്ല, എങ്കിലും ഒരു പരിധിയോളം എടുക്കുകയും ചെയ്യും കേരളത്തിൻ്റെ ഈ കോണ്ടക്സ്റ്റ്. അതായത് ആരാണ് ഹിസ്റ്ററി എഴുതി എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. അപ്പം നമ്മൾ നോക്കുമ്പം ഈ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം നമ്മൾ കേരളത്തിൻ്റെ ഒരു ചരിത്രകാരന്മാർ എന്ന നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോഴെല്ലാം ഏറ്റവും ഉയർന്ന വിഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ വലിയ സമ്പന്നതയിൽ നിന്നും വരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ കേരള ചരിത്രം എഴുതിക്കൊണ്ടിരുന്നത്. വാല് ഉള്ള മനുഷ്യന്മാരാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ എഴുത്തുകൾക്ക് അത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സാമൂഹ്യ ജീവിതങ്ങൾ ഒരിക്കലും വരാറില്ല. ഇനി അഥവാ ഇത്തരത്തിലുള്ള സാമൂഹ്യ ജീവിതങ്ങളെക്കുറിച്ച് അവർ എഴുതി കഴിഞ്ഞാൽ അവിടെ പ്രതിക്കൂട്ടിലാക്കുന്ന അവരുടെ പൂർവികരെ തന്നെയാണ്. അതവരൊരിക്കലും ചെയ്തില്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു പുസ്തകത്തിൽ കണ്ടാണ്, ഈ കൊച്ചിയെക്കുറിച്ചൊരു റിപ്പോർട്ടുണ്ട്. ഒരു ഫ്രാൻസിസ് ഡേ എന്ന് പറഞ്ഞൊരാൾ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ളതാണ്, വലിയൊരു പണ്ഡിതനാണ്. കൊച്ചിയുടെ ഒരു ചരിത്രം എഴുതുന്നുണ്ട്. അതുപോലെ മലബാറിലെ മീനുകളെക്കുറിച്ച് എഴുതിയ വലിയൊരു പഠനമൊക്കെ ഉണ്ട്. അപ്പോൾ ആ കൊച്ചിയെക്കുറിച്ച് എഴുതിയ പഠനത്തിനകത്ത് അദ്ദേഹം പല ഡച്ച് ഡോക്യുമെൻറ്റുകളൊക്കെ നോക്കിയാണ് 1860-കളിലാണ് പഠനം പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതുന്നുണ്ട് മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തും കൊച്ചിയിലെ പല ഭാഗങ്ങളിലുമൊക്കെ ഈ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ 6 ദിവസം അടിമകളെ കെട്ടിയിടുന്ന ഗോഡൗണായിട്ടാണ് ഉപയോഗിച്ചെന്നും 7ാമത്തെ ദിവസം അടിമകളെ പുറത്തിരുത്തി അവിടെ ആരാധന നടത്തുന്ന ഒരു രീതിയായിരുന്നു എന്ന ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കും. പല ഹിസ്റ്റോറിയന്മാരും ഇത് പറഞ്ഞു, പി.കെ. ബാലകൃഷ്ണനൊക്കെ ഇതൊക്കെ കൂട്ടിയിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ഒറിജിനൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഗവേഷണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഫ്രാൻസിസ് ഡേ പറഞ്ഞത്
വായിച്ചിട്ടുണ്ട്. എന്നാൽ ചില ഹിസ്റ്ററി പുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കൊച്ചിയിലെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് 6 ദിവസം അടിമകളെ കെട്ടിയിടുന്ന ഗോഡൗണായിട്ടും ഉപയോഗിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രിസ്ത്യൻ ചർച്ച് എന്നുള്ളൊരു ടേം വരുന്നുണ്ട്. അവിടെ അവർ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അത് വായിക്കുന്ന ആൾക്ക് 6 ദിവസം എവിടെയോ കെട്ടിയിട്ടു, ഏതോ ഒരു ഗോഡൗണായിട്ട് ഉപയോഗിച്ചിരുന്നു, കുറേ പേരെ ഇവിടെ പാർപ്പിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊരു പ്രഗത്ഭനായിട്ടുള്ള ക്രിസ്ത്യൻ ഹിസ്റ്റോറിയാണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റി അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടുകയാണ്. എവിടെയാണ് നടത്തിയെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതേസമയം നമ്മൾ ഒറിജിനൽ വായിച്ചിട്ടുള്ളതാണ് നമുക്കത് പള്ളിക്കകത്താണ് ഈ പണി കാണിച്ചതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതേ രീതിക്ക് തന്നെയാണ്. അതായത് നമ്മൾ ഹിസ്റ്ററി എഴുതുമ്പോഴത്തേനും കേരളത്തിൻ്റെ പ്രഗത്ഭ ഹിസ്റ്റോറിയന്മാരെല്ലാവരും തന്നെ പലയിടങ്ങളും നിശബ്ദരായി പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവർ സ്വാഭാവികമായിട്ടും അവരുടെ വല്യപ്പനെയോ അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ കുറിച്ചോ മോശമായിട്ടുള്ളൊരു ചിത്രീകരണം നടത്തണ്ട എന്ന ഒരു നിരീക്ഷണത്തിലായിരിക്കാം ഒരുപക്ഷെ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല, എങ്കിലും അങ്ങനെ ഒരു നിരീക്ഷണം നമുക്ക് സാധ്യമാണ്. അതാണ് കേരളത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് കേരളത്തിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക രീതിയിൽ, പ്രത്യേകിച്ച് ഒരു ടെമ്പിൾ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയെ തന്നെയാണ് അവരെപ്പോഴും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളൊരു കമ്മ്യൂണിറ്റിയും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട സ്പേസുകളിലോ അല്ലെങ്കിൽ പ്രധാന അന്വേഷണ വിഭാഗമായോ മാറുന്നില്ല. അപ്പോൾ മാറാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് എന്നും വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. അന്നത്തെ ഈ ഒരു ദളിത് ജീവിതത്തിൻ്റെയും അവരുടെ ഒരു സഹനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഒക്കെ ആ ഒരു ചരിത്രത്തെ ബോധപൂർവം മറച്ചു വയ്ക്കുന്ന ഒരു ശ്രമം കൂടിയല്ലേ ഇത്? അങ്ങനെ കൂടി വായിക്കാൻ കഴിയില്ല? അങ്ങനെയും നമുക്ക് പറയാം. ഇപ്പം EMSൻ്റെ ഒരു പുസ്തകം നേരിട്ടൊരു പ്രധാന പ്രശ്നം അതായിരുന്നു. ഈ മലയാളികളുടെ മാതൃഭൂമി എന്ന് പറഞ്ഞ വർക്ക് വന്നപ്പോൾ അതിൻ്റെ അകത്ത് അയ്യങ്കാളി എന്ന് പറഞ്ഞൊരു പേരേ ഇല്ല എന്നുള്ളൊരു കാര്യം. അതേസമയം എഴുത്തച്ഛനെക്കുറിച്ചും ശ്രീനാരായണ ഗുരുവൊക്കെ വളരെ കാര്യമായ രീതിയിലൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹം കേട്ടിട്ടില്ലായിരുന്നു എന്നുള്ളൊരു നിരീക്ഷണമൊക്കെ പറഞ്ഞു. പിന്നീട് അത് പരിഷ്കരിച്ചപ്പോൾ അത് ഉൾപ്പെടുത്തി എന്നുള്ളൊരു രീതിയിലും വരുന്നു. അപ്പം ഈ കേരളത്തിൻ്റെ ഒരു ചരിത്രരചനാ രീതിയിൽ ഒരു പിടിവാശി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരാണ് കൂടുതലായി ശ്രദ്ധ നേടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിശാസ്ത്രത്തിൽ ചരിത്രത്തെ സമീപിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ കാസ്റ്റ് ഒരു പ്രധാനപ്പെട്ട എലമെൻ്റ് അല്ല എന്നുള്ളൊരു വാദമാണ് പ്രധാനമായും ക്ലാസ് എന്നുള്ളൊരു. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയന്മാർ നേടുന്നത് ഒരു ക്ലാസ് റിഡക്ഷനിസം, ഒരു വർഗ്ഗ ന്യൂനീകരണമാണ് അവർ നേടുന്ന ഒരു വിമർശനമായിട്ടൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ബാക്കി കാസ്റ്റുകൾ വളരെ കൃത്യമായി റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ശ്രീനാരായണ ഗുരു ഒക്കെ വളരെ കൃത്യമായ കാസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്, അവർ കൃത്യമായി റെപ്രസെൻറ്റ് ചെയ്യപ്പെടുകയും എന്നാൽ അതിന് താഴേക്ക് വരുന്നിടത്ത് അത് വേറൊരു രൂപത്തിൽ, അല്ലെങ്കിൽ അതിനെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് ഇവരെല്ലാവരും തന്നെ. നിരീക്ഷണമെന്നല്ല, ഇവരുടെ പുസ്തകങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു രീതിയാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പ്രത്യേക തട്ട് വരെ കാസ്റ്റും എന്ന നിലയിലും അതിന് താഴേക്ക് ഈ വർഗം എന്ന നിലയ്ക്കുമൊക്കെയാണ് നമ്മൾ ഹിസ്റ്ററി ടെക്സ്റ്റുകളും കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ കാണുന്നത്. അപ്പോൾ ഇത് മേൽത്തട്ട് മുതൽ താഴ്ത്തട്ട് വരെ ശക്തമായി നിൽക്കുന്ന ഒരു ബോധമാണ്. അപ്പോൾ ആ ബോധമാണ് ജാതി എന്ന് പറയുന്നത്. അത് കേവലമായി ബ്രാഹ്മണർക്കിടയിലോ നായന്മാർക്കിടയിലോ മാത്രമല്ല, ഇത് ഒരേപോലെ തന്നെ പുലയർക്കും പറയർക്കും കുറവർക്കും അയിനവർക്കും എല്ലാവർക്കും ഇടയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇല്ലാതാകുക എന്നുള്ളതാണ് ഇപ്പം അംബേദ്കറൊക്കെ ആൾ വിഭാവന ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത് സ്വാഭാവികമായിട്ട് അതാണ് ഇന്റർകാസ്റ്റ് മാരേജ് ഒരു പ്രധാന ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അവിടെ അത് മാത്രമാണ് നമുക്കൊരു സൊല്യൂഷനായിട്ട് വരുന്നത്.